നമ്മുടെ ആരോഗ്യരംഗം ഏത് തരത്തിലാണ് മാറിയത്? എത്ര വലിയ മാറ്റമാണ്! 2016 ആശുപത്രികളെടുത്താൽ ഡോക്ടറില്ല, നേഴ്സില്ല, സ്റ്റാഫില്ല, മരുന്നില്ല, മറ്റാവശ്യമായ കാര്യങ്ങളൊന്നുമില്ല എന്നതായിരുന്നില്ലേ പൊതുവായ അവസ്ഥ? അത് മാറിയില്ലേ? 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആർദ്രം മിഷൻ നടപ്പാക്കി. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിച്ചു, നേഴ്സ് കൂടി, ലാബ് സൗകര്യമോടെ വന്നു. അവിടെ നല്ല രീതിയിൽ ആളുകൾക്ക് ആശ്രയിക്കാവുന്ന ഒരാശുപത്രി എന്ന നില വന്നു. ഇത് മാത്രമാണോ? നമ്മുടെ താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി, ഇവയെല്ലാം സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുള്ളവയായിട്ട് മാറി. ഒരു ഘട്ടത്തിൽ ഒരു നേതാവ് ഒരു ജില്ലയിൽ എത്തിപ്പെടുകയാണ്. അപ്പോൾ ആവശ്യമായ വലിയ സൗകര്യങ്ങൾ ആരോഗ്യരംഗത്ത് അന്ന് അവിടെ ഇല്ല. അദ്ദേഹത്തിനൊരു ഹാർട്ട് പ്രോബ്ലം വന്നു. അപ്പോൾ ജില്ലാ ആശുപത്രി നല്ല രീതിയിൽ സജ്ജമായിരുന്നു. അവിടെ പോയപ്പോൾ അദ്ദേഹത്തിന് നല്ല ചികിത്സ കിട്ടി. ഇത് നാടിൻ്റെ പൊതുവായ അനുഭവമാണല്ലോ. എത്രയോ ആളുകൾ ഇന്ന് ഈ ആശുപത്രികളെ അഭയം പ്രാപിക്കുകയാണല്ലോ. വലിയ തോതിൽ മെഡിക്കൽ കോളേജ് ആശുപത്രികളോ അതേ വികസനത്തിന് വേണ്ടിയുള്ള പൊതുവായ മാസ്റ്റർ പ്ലാൻ നല്ല രീതിയിൽ നടപ്പാക്കപ്പെടുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയെക്കുറിച്ച് പറയുമ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജിനെക്കുറിച്ച് നാം പ്രത്യേകം ഓർക്കണം. 2016 എന്തൊരു ദുരവസ്ഥയിലായിരുന്നു അത്. അതിന് ജീവശ്വാസം കിട്ടിയത് അന്നത്തെ LDFിലെ മന്ത്രിയായിരുന്ന സഖാവ് AK ബാലനാണല്ലോ അതിൻ്റെ ചുമതല വഹിച്ചിരുന്നത്. അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിലടക്കം സമ്മർദ്ദം ചെലുത്തി ആവശ്യമായ അംഗീകാരങ്ങൾ വാങ്ങുകയായിരുന്നല്ലോ. ഇപ്പോൾ അതേ രീതിയിൽ കൂടുതൽ മികവിലേക്ക് ആ സ്ഥാപനം ഉയരുകയാണല്ലോ. കേരളത്തിലെ ആരോഗ്യരംഗം ഏത് രീതിയിലാണ് മാറിയത്? ആ മാറ്റത്തിൻ്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ലോകം അതിന് സാക്ഷിയുമാണ്. കാരണം കോവിഡ് മഹാമാരി ലോകത്തെ ആകെ മുട്ടുകുത്തിച്ചു. പക്ഷേ കോവിഡ് മഹാമാരിയുടെ മൂർധന്യദശയിൽ പോലും നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യമേഖല ഒരുക്കിയ സൗകര്യങ്ങളെ മറികടന്നു പോകാൻ കോവിഡിന് കഴിഞ്ഞില്ല. ആ മൂർധന്യദശയിലും ആവശ്യമായത്ര ബെഡുകൾ ആശുപത്രിയിലുണ്ടായിരുന്നു, ഒഴിവുണ്ടായിരുന്നു. ആവശ്യമായത്ര ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. ആവശ്യമായത്ര ICU ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. ആവശ്യമായത്ര വെന്റിലേറ്ററുകൾ ഒഴിവുണ്ടായിരുന്നു.
ലോകത്തെ വലിയ സമ്പന്ന രാഷ്ട്രങ്ങളെന്ന് പറയുന്ന പേരുകേട്ട രാഷ്ട്രങ്ങളിൽ പോലും ഇതൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. അവിടെയാണ് ഈ കേരളം കോവിഡിന് മുന്നിൽ മുട്ടുകുത്താതിരുന്നത്. ലോകം അത്ഭുതാതരങ്ങളോടെയാണ് കേരളത്തെ നോക്കിക്കണ്ടത്. എങ്ങനെയാണ് നമുക്കതിന് സാധിച്ചത്? കോവിഡ് വരുമെന്ന് കണക്കാക്കി ഒരുങ്ങിയതല്ല നാം നമ്മുടെ നാട്ടിലെ ജനങ്ങളെയാണ് കണ്ടത്. ആ ജനങ്ങൾക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണം. അതിന് പറ്റും വിധമാണ് നമ്മുടെ ആശുപത്രികൾ സജ്ജമായത്. ആ ഘട്ടത്തിലാണ് കോവിഡ് വന്നത്. അതിൻ്റെ മുന്നിൽ നമ്മൾ മുട്ടുമടക്കേണ്ടി വന്നില്ല. ഇവിടെ 2016 UDF ആയിരുന്നു തുറന്നിരുന്നുവെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക? നമ്മുടെ നാടാകെ, ആരോഗ്യ മേഖലയാകെ തകർന്നു പോയിട്ടുണ്ടാവും.